ചരിത്ര വീഡിയോകൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രം നാം വളരെ വിശദമായി പ്രതിപാദിച്ചു. ചില ആളുകളൊക്കെ ചോദിച്ചു, ഖുലഫാഉ റാഷിദീങ്ങളുടെ ചരിത്രവും കൂടി ചെയ്തുകൂടെ? അതുകൊണ്ട് തന്നെ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ ആരംഭിക്കുന്നത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരി, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. റസൂലുള്ളാഹിയുടെ ഹിജ്റയിൽ, പ്രസിദ്ധമായ ഹിജ്റയിൽ റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ്, റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച അബൂബക്കർ സിദ്ദീഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ വിവാഹം കഴിച്ചു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രവാചകന്റെ കൂടെ അടിയുറച്ചു നിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നു അത് അപ്പടി വിശ്വസിച്ചിരുന്ന, മിഅ്റാജ് യാത്രയെക്കുറിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് സിദ്ദീഖ് എന്ന പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. അങ്ങനെ ഒരുപാട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. നമുക്ക് തുടങ്ങാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഈ വീഡിയോയിലൂടെ. ചരിത്ര സത്യങ്ങൾ ഒട്ടനവധി അയവിറക്കുന്ന വിശുദ്ധ ഗേഹം, പരിശുദ്ധിയുടെ പ്രതീകമായ പുണ്യഭവനം കാബ ഷരീഫ്, ആ പരിശുദ്ധ വീടിൻ്റെ സമീപം തേജസ്വരൂപിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ചുറ്റും ചുരുക്കം ചില ആളുകൾ. ആരാണവർ? എന്തിനാണവർ അവിടെ കൂടിയിരിക്കുന്നത്? പറയാം. അതിനു മുമ്പ് ആ കാലഘട്ടം ഏതാണെന്നറിയണ്ടേ. ആദം നബി അലൈഹിസ്സലാം മുതൽ 1,00,000-ൽ പരം പ്രവാചകന്മാർ സത്യത്തിൻ്റെ സന്ദേശവുമായി ഈ ഭൂമുഖത്തേക്ക് വന്നു. പ്രപഞ്ചവും അതിലെ സകലമാന ചരാചരങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന ഏക ഇലാഹായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുക. ബഹുദൈവ ആരാധനയും അനാശാസ്യ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുക. ഇത്തരം മഹത്തായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടത്. അവർ തങ്ങളുടെ റിസാലത്തിന് എല്ലാവിധ ത്യാഗങ്ങളും സഹിച്ച് ജനങ്ങളിലെത്തിച്ചു. ഒരു വിഭാഗം ജനങ്ങൾ പ്രവാചകന്മാരിൽ വിശ്വാസമർപ്പിച്ചപ്പോൾ മറ്റൊരു വിഭാഗം സത്യത്തിന് നേരെ പുറംതിരിഞ്ഞു നിന്നു. വിശുദ്ധ ഖുർആനിലും ചരിത്ര രേഖകളിലുമെല്ലാം ഇക്കാര്യങ്ങൾ മായാതെ പ്രതിഫലിച്ചു കിടക്കുന്നു. കാലം മാറി. പ്രവാചകന്മാർ ഭൂമുഖത്ത് വന്നിട്ട് നാളേറെയായി. ജനങ്ങളുടെ ജീവിത രീതിയാകെ മാറിമറിഞ്ഞു. സത്യത്തിൻ്റെയും സുഹൃതത്തിൻ്റെയും നേരിയ കിരണം പോലുമില്ലാത്ത മനുഷ്യ ജീവിതം. ജനങ്ങൾ മുഴുവനും ബഹുദൈവ വിശ്വാസികളായി. പ്രത്യക്ഷത്തിൽ കാണുന്ന എല്ലാ അചേതന വസ്തുക്കളിലും ദിവ്യത്വം ആരോപിച്ച് അവർ ആരാധിക്കാൻ തുടങ്ങി. വെറുതെ കിടന്നിരുന്ന കല്ലുകളും ബിംബങ്ങളുമെല്ലാം അവർ പ്രതിഷ്ഠകളാക്കി. ഏക ഇലാഹിനെ ആരാധിക്കാൻ വേണ്ടി എടുക്കപ്പെട്ട അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനം കാബ ഷരീഫ് പോലും ശിലാദൈവങ്ങളെ കൊണ്ട് അന്നത്തെ ജനങ്ങൾ നിറച്ചു. നന്മയുടെ ഒരു ചീള് ഈ ഇരുണ്ട യുഗത്തിൻ്റെ സന്തതികളിൽ കണ്ടില്ല. ഗോത്രങ്ങൾ തമ്മിൽ പോരടിച്ച് രക്തം ചിന്തുന്ന പതിവ് സർവ്വസാധാരണമായിരുന്നു. ലൈംഗിക അരാജകത്വം എങ്ങും നടമാടിയിരുന്നു. അങ്ങനമാരെ ലൈംഗിക ദാഹം ശമിപ്പിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് അവർ ഗണിച്ചു വരുന്നത്. വനിതകൾക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയുമില്ലാത്ത കാലഘട്ടം. സ്ത്രീയാണ് ഉമ്മയും പെങ്ങളും എല്ലാം എന്ന ബോധം ആർക്കുമുണ്ടായിരുന്നില്ല. പെൺമക്കൾ പിറക്കുന്നത് പോലും ശാപമായി കരുതിയ സമൂഹം, പിഞ്ചോമനകളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാട്ടാള മാനസരുടെ ലോകം. ഈ കാലഘട്ടത്തിലാണ് പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ചത്. തികച്ചും അനാഥനായി വളർന്നിട്ട് പോലും, അന്ന് പോലും ഒരു ചെറിയ ദുസ്വഭാവം പോലും ആരാലും ആരോപിക്കപ്പെടാത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾ മുഴുക്കെ അല്ലമീൻ അഥവാ സത്യസന്ധൻ എന്ന് വിളിച്ചിരുന്നു. മുഹമ്മദ് ഒരു സുപ്രഭാതത്തിൽ തങ്ങളോട് അറിയിച്ച കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും വിശ്വസിക്കാൻ അറബികളിൽ ബഹുഭൂരിഭാഗവും തയ്യാറായില്ല. അങ്ങനെ വളരെ കുറഞ്ഞ പേർ മാത്രമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ നബിയിൽ വിശ്വാസമർപ്പിച്ചത്.
തൻ്റെ റിസാലത്തിൽ വിശ്വാസം കൊണ്ട് ചുരുങ്ങിയ അനുയായികൾക്ക് ദീനിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നബി അവരെ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അവരാണ് കാബയുടെ സമീപം ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ബഹുദൈവാരാധനയിൽ അലിഞ്ഞു ചേർന്ന ഒരു ജനവിഭാഗത്തിനിടയിൽ പരിശുദ്ധ ദീനിൻ്റെ ദൗത്യവുമായി നബി വന്നപ്പോൾ മുഹമ്മദിൻ്റെ ജൽപ്പനമാണെന്ന് ബഹുഭൂരിഭാഗവും വിളിച്ചു കൂവിയപ്പോൾ യാതൊരു സന്ദേശവും കൂടാതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആദ്യമായി സധൈര്യം പ്രസ്താവിച്ച് മുന്നോട്ട് വന്ന പ്രവാചകന്റെ ആദ്യ അനുയായി, കൂട്ടുകാരൻ അതായിരുന്നു ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പതിവ് പോലെ അന്നും നബിയും സ്വഹാബികളും കാബയുടെ സമീപം താവളമടിച്ചിരിക്കുകയാണ്. സത്യത്തെ സത്യമെന്ന് മനസ്സിലാക്കി അതിനെ വാരി പുണരാതെ അറച്ചു നിന്ന അറബികളിൽ നിന്നുള്ള പരിഹാസ ശരങ്ങളും മർദ്ദനമുറകളും മുസ്ലിങ്ങൾ ഏൽക്കേണ്ടി വന്നു. നബിയും അനുചരന്മാരും അവയെല്ലാം വർദ്ധിച്ച ആത്മസംയമനത്തോടെ ക്ഷമിച്ചു പോന്നു. വിവരമില്ലാത്തവന്റെ പിതാവ് എന്നർത്ഥം വരുന്ന വിശേഷണമായുള്ള അബൂജഹൽ അറബികളിൽ ഏറ്റവും അധികം അഹങ്കാരവും കുശുമ്പും നിറഞ്ഞ ആളായിരുന്നു. പ്രവാചകരെയും അനുചരന്മാരെയും ഏറ്റവും അധികം ദ്രോഹിച്ചിരുന്നു. പരിശുദ്ധ ദീനിന്റെ സന്ദേശങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു വരുന്നതേയുള്ളൂ. പരിമിതമായ അനുയായികൾക്കിടയിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് എന്തോ പറയാനൊരുങ്ങുന്നു. അപ്പോഴാണ് അബൂജഹലിൻ്റെ രംഗപ്രവേശം. അബൂജഹൽ ആ സദസ്സിന് അടുത്തേക്ക് വന്ന് ഒരു വളിച്ച ചിരി ചിരിച്ചു. അയാളുടെ അഹങ്കാരത്തിൻ്റെയും മനുഷ്യത്വമില്ലായ്മയുടെയും പ്രകടമായ ചിരി. ധിക്കാരവും പോക്കിരിത്തരവും കൊണ്ടാണ് അയാളുടെ നടപ്പ്. മുഹമ്മദ് നബിയെയും അനുയായികളെയും മൂർത്ത പരിഹാസ ശരങ്ങൾ കൊണ്ട് എഴുതി വീഴ്ത്തുന്ന ക്രൂരനായിരുന്നു അബൂജഹൽ. അവന്റെ വരവ് കണ്ടപ്പോൾ തന്നെ നബിയും അനുചരന്മാരും ഉറച്ചു നിന്നു. നബി തിരുമേനിയെ കാണുന്നിടത്തെല്ലാം പരിഹസിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്നത് ആ ഇടയാണ് അയാൾ ഹോബിയാക്കി മാറ്റിയിരിക്കുന്നത്. മുഹമ്മദേ, ഇന്ന് എന്ത് പുതിയ നുണയാണ് നിനക്ക് പറയാനുള്ളത്? ഓരോ ദിവസവും പുത്തൻ ഭ്രാന്തൻ ജൽപ്പനങ്ങളാണല്ലോ നീ നടത്തുന്നത്. തനി വങ്കത്തരമാണെങ്കിലും കേൾക്കാൻ രസമുള്ള നുണകൾ. അബൂജഹലിന്റെ പരിഹാസത്തിൽ കുതിർന്ന ചോദ്യം കേട്ട് നബിയോ അനുയായികളോ ഒന്നും തന്നെ ഉരിയാടിയില്ല. ഇല്ലെങ്കിലും അയാളോട് എന്ത് മറുപടി പറയാനാണ്? മറുപടി അർഹിക്കുന്ന ഒരു ചോദ്യവും അയാൾ ചോദിക്കാറില്ലല്ലോ. അബൂജഹലിനോട് മറുപടി പറയുന്നത് പോത്തിനോട് വേദാന്തം ഓതുന്നതിന് തുല്യമാണെന്നവർ മനസ്സിലാക്കിയിരുന്നു. അബൂജഹലും കൂട്ടരും എന്തൊക്കെയോ അതിക്രമങ്ങൾക്ക് പുറപ്പെട്ടാലും ശരി, നബി തനിക്ക് പറയാനുള്ളത് തോന്നിയത് എവിടെ വെച്ചാണെങ്കിലും പറയും. അതിനാരെയും ഭയപ്പെടുന്ന പ്രശ്നമില്ല. സത്യത്തിന്റെ മാർഗത്തിലേക്ക്, തൗഹീദിന്റെ സരണിയിലേക്ക് ജനങ്ങളെ അവിടുന്ന് ക്ഷണിച്ചു. അത് കേട്ട് ദിവസം തോറും അവിടത്തേക്ക് അനുയായികൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നബിക്ക് പറയാനുണ്ടായിരുന്നത്. തൻ്റെ നുബുവ്വത്തിന്റെ ദൃഷ്ടാന്തമായ അതിമഹത്വം അത്ഭുതകരമായ ഒരു കാര്യം, അതെ, വലിയൊരു മോചിതത്ത് സംഭവിച്ചിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ജനങ്ങളെ അറിയിക്കണം. അബൂജഹലിന്റെ പരിഹാസ വചനത്തെ അവഗണിച്ചുകൊണ്ട് റസൂൽ തിരുമേനി അവിടെ കൂടിയിരുന്നവരെ നോക്കി ഇപ്രകാരം പറഞ്ഞു: പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രിയിലുണ്ടായ ഒരു അത്ഭുത സംഭവം ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ്. വിശ്വാസികളും അവിശ്വാസികളുമായി അവിടെ കൂടിയിരുന്നവരെല്ലാം നബി പറയുന്നത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി അവിടേക്ക് ഉറ്റുനോക്കി. എന്ത് അത്ഭുതമായിരിക്കും സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. തിരുമേനി അവരുടെ എല്ലാം ആകാംക്ഷ കരുതി വരുത്തിക്കൊണ്ട് തുടർന്നു: ഞാൻ ഇന്നലെ രാത്രി പതിവ് പോലെ മസ്ജിദുൽ ഹറമിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ സമീപം ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു ചേർന്നു. നബിയെ, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, അങ്ങ് ഉടനടി പുറപ്പെടുക എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ മിന്നൽ പിണരിൻ്റെ വേഗതയിലുള്ള വിശേഷിക്കപ്പെട്ട ഒരു വാഹനമുണ്ടായിരുന്നു. ആ വാഹനത്തിൽ കയറി ഞാൻ നിമിഷ നേരങ്ങൾക്കകം ബൈത്തുൽ മുഖദ്ദസിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 7 ആകാശങ്ങളിലും മറ്റും അള്ളാഹു അനുവദിച്ച വിശേഷ സ്ഥലങ്ങളിലും പോയി അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുകയും മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരോടൊത്തും മറ്റും നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. പുലരുന്നതിന് മുമ്പ് തന്നെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്തു. അവിടെ കൂടിയവരെല്ലാം കേൾക്കാനാകാത്തതെന്തോ കേട്ട പ്രതീതിയുമായി മിഴിച്ചു നിൽക്കുകയായിരുന്നു. ഒക്കെ ഇസ്ലാമിലേക്ക് പുതുതായി വന്നവർ. വലിയ വലിയ കാര്യങ്ങളൊന്നും ദഹിക്കാൻ ആയിട്ടില്ല. അബൂജഹലിനും കൂട്ടുകാരനായ അവിശ്വാസികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വെറും ഭ്രാന്തൻ ജൽപ്പനമായിട്ടാണ് തോന്നിയത്. അബൂജഹൽ പൊട്ടിച്ചിരിച്ചു, ദീർഘമായ പൊട്ടിച്ചിരി. ആ പരിഹസിച്ച വാക്കുകൾ അവസാനമായ വായ തുറന്നു.
ഇത്രയും വിഡ്ഢിത്തം എഴുന്നള്ളിക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കും ലജ്ജയില്ലേ എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്? തനി ഭ്രാന്ത്, ഉഗ്രൻ വട്ട്. ഇത്രയും പറഞ്ഞ് അയാൾ നബിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, അല്ല മുഹമ്മദേ, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ബൈത്തുൽ മുഖദ്ദസ് കണ്ടു എന്നാണല്ലോ പറയുന്നത്. അതിന്റെ ആകൃതിയും പരിസരവും എല്ലാം ഒന്ന് വിവരിച്ചു തരാൻ നിന്നെ കൊണ്ടാകുമോ? നീ ഇത് സത്യമാണെങ്കിൽ പറയുന്നതിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ലല്ലോ. ഇല്ല, ഒരു പ്രയാസവും എനിക്ക് ആ കാര്യത്തിലില്ല. ഞാൻ നേരിട്ട് കണ്ടതല്ലേ. ഇത്രയും പറഞ്ഞ് നബി ബൈത്തുൽ മുഖദ്ദസിന്റെ ആകൃതിയും പ്രകൃതിയും ശരിക്കും വിശദമാക്കി കൊടുത്തു. ബൈത്തുൽ മുഖദ്ദസ് നേരിൽ കാണാത്ത ഒരാൾക്കും തന്നെ അത്ര വിശദമായി വിശദീകരിക്കാൻ കഴിയില്ല എന്ന് അബൂജഹലിന് അറിയുമായിരുന്നു. സത്യമാണ് നബി പറയുന്നതെന്ന് ബോധ്യമായിട്ടും അയാൾ തൻ്റെ പരിഹാസം തുടർന്നതേയുള്ളൂ. ഈ സംഗതികളൊക്കെ നടക്കുമ്പോൾ ഒരാൾ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരോ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഓടി. ഈ കാര്യത്തിൽ അബൂബക്കർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാനാണ് അവർ തിടുക്കപ്പെട്ടത്. അബൂബക്കറിനെ കണ്ടുമുട്ടിയ ഉടനെ ഒരാൾ പറഞ്ഞു, കേട്ടില്ലേ, മുഹമ്മദിന്റെ പുതിയ നുണ. ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലും 7 ആകാശങ്ങളിലും പോയി തിരിച്ചു വന്നു അത്രേ. എന്ത്? തിരുനബി അങ്ങനെ പറഞ്ഞോ? അതെ, പറഞ്ഞു. എങ്കിൽ അത് സത്യം തന്നെ, ഞാൻ അത് വിശ്വസിക്കുന്നു. യാതൊരു സംശയവും കൂടാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ ഒരിക്കലും കളവ് പറയുകയില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് പലരും അവിടെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പൂർണ്ണമായും അത് വിശ്വസിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പിന്നീട് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നേരെ നബിയുടെ അരികിലേക്ക് ഓടി. തിരുനബി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. നബിയെ, അങ്ങ് പറഞ്ഞത് സത്യമാണ്, ഞാനത് വിശ്വസിക്കുന്നു. അത് കേട്ടപാടെ അദ്ദേഹം നബിയെ വിശ്വസിച്ച് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിശേഷ നാമം കിട്ടി, സിദ്ദീഖ് അഥവാ സത്യമാക്കുന്നവൻ. പ്രവാചകന്റെ ആകാശാരോഹണ വാർത്തയിൽ തെല്ലും സംശയം തോന്നിയവർക്കെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സുദൃഢമായ വാക്കുകൾ മനസ്സുറച്ചു കേടുത്തു. ക്രിസ്താബ്ദം 573 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറവിയെടുത്തത്. ഖുറൈശിയിലെ ബനൂ തൈം ഗോത്രമാണ് അദ്ദേഹത്തിന്റെ ഖബീല. പിതാവ് അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹും മാതാവ് ഉമ്മുൽ ഖൈർ എന്ന സൽമ റളിയല്ലാഹു അൻഹയും മാതാവും പിതാവും സ്വഹാബിയാവുക എന്ന നിസ്തുല ഭാഗ്യത്തിന് അവകാശിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജാഹിലിയ കാലഘട്ടം, തൻ്റെ ചുറ്റുപാടും കാണുന്ന അനാചാരങ്ങൾ ആ ബാലന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. മിണ്ടാനോ സ്വന്തം ശരീരത്തിൽ വന്നിരിക്കുന്ന പ്രാണികളെ ഓടിച്ചു കളയാനോ കഴിവില്ലാത്ത വെറും ശിലാവിഗ്രഹങ്ങൾ, അവയുടെ മുമ്പിൽ എന്തിനാണ് ജനങ്ങൾ നമിക്കുന്നത്? എത്ര തവണ ആലോചിച്ചിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് മനസ്സിലാകുന്നില്ല. കാബ ഷരീഫ് നിറയെ വിഗ്രഹങ്ങൾ, മരണപ്പെട്ടവരുടെയൊക്കെ പ്രതിമകൾ. വിഗ്രഹാരാധന അന്നത്തെ ജനങ്ങളുടെ രക്തത്തിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിരുന്നു. തൻ്റെ നാട്ടുകാർ ചെയ്യുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണെന്ന് അബൂബക്കർ ചിന്തിച്ചു. വിഗ്രഹാരാധനയെ അദ്ദേഹം ഏറ്റവും അധികം വെറുത്തു. തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു ബിംബത്തിൻ്റെ മുമ്പിലും തലകുനിച്ചിട്ടില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയൊരാളെ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. പിതാവിൻ്റെ സഹിക്കാൻ വയ്യാത്ത നിർബന്ധത്തിന് വഴങ്ങി ഒരവസരത്തിൽ അബൂബക്കർ സിദ്ദീഖ് വിഗ്രഹങ്ങളുടെ സമീപത്തേക്ക് പോകാനിടയായി. മോനെ, നമ്മുടെ ഏത് ആവശ്യങ്ങളും നിർവഹിച്ചു തരുന്ന നമ്മുടെ ആരാധനാമൂർത്തികളാണിത്. നീ അവയെ ആരാധിക്കുക. നിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരോട് ഉള്ളു തുറന്ന് പറയുക, ഏതും അവർ നിറവേറ്റി തരും. പിതാവിൻ്റെ ഉപദേശങ്ങൾ കേട്ട് ഉള്ളിൽ നുരയുന്ന കോപം അടക്കി പരിഹാസ രൂപത്തിൽ ആ ബാലൻ വിഗ്രഹങ്ങൾ ഒന്നിൻ്റെ മുന്നിൽ വെച്ച് ഇപ്രകാരം ആവശ്യപ്പെട്ടു, അങ്ങ് അടിമകളുടെ ഏതാവശ്യവും നിർവഹിച്ചു തരുമെന്നല്ലേ പറയുന്നത്? എൻ്റെ ആഗ്രഹം വളരെ നിസ്സാരം. എനിക്കത് ഇപ്പോൾ തന്നെ നിറവേറ്റി തരണം. എനിക്ക് വല്ലാതെ വിശക്കുന്നു, ആഹാരത്തിനുള്ള വക തരൂ. ഇതെല്ലാം കേട്ട് അന്ധനെ പോലെ ബധിരനെ പോലെ ബിംബം ഒന്നും ഉരിയാടാതെ നിന്നു. വീണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടർന്നു, ദൈവമേ, എനിക്ക് ഉടുതുണിയില്ല, എനിക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ നൽകണേ. അപ്പോഴും വിഗ്രഹം മിണ്ടാപ്പൂച്ച കണക്കെ അങ്ങനെ നിന്നു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. പിന്നെ ചെയ്തത് എന്താണെന്നറിയുമോ? മൂർത്ത ഒരു വലിയ കല്ലെടുത്ത് ഒരൊറ്റ ഏറ്. വീണതല്ലേ കിടക്കുന്നു ധരണിയിൽ എന്ന് കവി പാടിയതുപോലെ വിഗ്രഹം മൂക്കുകുത്തി തറയിൽ വീണു. പിന്നെ ഒരിക്കലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഗ്രഹങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല.
മദ്യപാനം, വ്യഭിചാരം, കൊള്ള, കൊല മുതലായ ദുർനടപടികൾ സർവ്വസാധാരണമായ ഒരു സമൂഹത്തിൽ വന്ന് പിറന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കള്ളിൻ്റെ രുചി, കയ്പോ ചമർപ്പോ എന്ന് പോലും അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ നൈർമല്യത്തിൽ നമുക്ക് മതിപ്പുളവാക്കുന്നത്. ചെറുപ്പം മുതലേ അബൂബക്കറിൻ്റെ മനസ്സിൽ അന്നത്തെ സാമൂഹ്യ നീതിയോട് പ്രതിഷേധത്തിൻ്റെ അഗ്നി എരിയുകയായിരുന്നു. ആയിടെ അദ്ദേഹം ഒരു പ്രസംഗം കേൾക്കാനിടയായി. ഈ ജീവിതത്തിൽ തന്നെ വഴിത്തിരിവിനുണ്ടാക്കിയ പ്രസംഗം. തൻ്റെ മനസ്സിലുള്ളത് അത് മറ്റാരോ പറയുന്നു. വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നമിക്കുന്നവരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ പിതാമഹൻ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗം നിങ്ങൾ മറന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാത പിൻപറ്റിയിരുന്നവർ ഇന്ന് ആരുമില്ലാതിരിക്കുന്നു. ഏകദൈവ വിശ്വാസം നിങ്ങളിൽ നിന്ന് അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളെ, ഞാൻ ഏകദൈവത്തിൻ്റെ മാർഗത്തിലാണ്, അള്ളാഹുവിൻ്റെ വഴിയിലാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ നിന്നുള്ള ഒരു പ്രവാചകന്റെ വരവിന് വേണ്ടി വേഴാമ്പൽ പക്ഷി വെള്ളത്തിനെന്ന പോലെ ദാഹവുമായി ഞാൻ കാത്തിരിക്കുകയാണ്. സയ്യിദ് ബിൻ അംർ എന്നായിരുന്നു ആ പ്രസംഗകൻ. കാബ ഷരീഫിന്റെ സമീപം വെച്ചാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം കേട്ടതു മുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ അള്ളാഹു എന്ന ചിന്ത മാത്രം തത്തിക്കളിച്ചു. സയ്യിദ് ബിൻ അംർ പറഞ്ഞ ആ പ്രവാചകനെ കാണാൻ അദ്ദേഹത്തിന് തിടുക്കമായി. പ്രവാചകന്റെ ആഗമനം അടുത്തിരിക്കുന്നുവത്രേ. ആരായിരിക്കും ആ പ്രവാചകൻ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും അദ്ദേഹത്തിന്റെ ജീവിത യാത്രയിലൂടെ നമുക്ക് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. ചരിത്രത്തിന്റെ രണ്ടാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.